ഹലോ, അപ്പോൾ എല്ലാവർക്കും വെൽക്കം. നമ്മൾ വെബ്സൈറ്റ് ഡിസൈനിങ്ങിൻ്റെ ക്ലാസ്സാണ് ഫസ്റ്റായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ് വെബ് പേജ്? എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? വെബ് പേജ് സാധാരണ നമ്മളെല്ലാവരും ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നവരാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം വെബ് പേജ്. പക്ഷേ എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയില്ല എന്താണ് വെബ് പേജ്. വെബ് പേജ് എന്ന് പറയുന്നത് സാധാരണ ഇൻ്റർനെറ്റിലൂടെ നമ്മൾ വേൾഡ് വൈഡ് ആയിക്കൊണ്ട് ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ സ്ഥാപനത്തിനെയോ അഡ്രസ് ചെയ്യുന്ന പേജിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ www എന്ന് അടിച്ചിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ നമ്മളെല്ലാവരും സൈറ്റിൻ്റെ അഡ്രസ്സ് അടിക്കാറുള്ളത്. ശരിയല്ല? എന്താണ് ഈ www? www എന്ന് പറയുന്നത് വേൾഡ് വൈഡ് വെബ് എന്നുള്ളതാണ് www എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇവിടെ തന്നെ www.microsoft.com ഇതാണ് microsoft.com. ഇതിലൂടെ അവരുടെ ഹോം പേജിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവരുടെ അഡീഷണൽ പേജുകൾ ഏതെങ്കിലും ഉള്ള സൈറ്റുകളാണെങ്കിൽ അങ്ങോട്ടെല്ലാം നമുക്ക് ഇതിലൂടെ സുഖമായിട്ട് മൂവ് ചെയ്യാൻ കഴിയും. അവിടെ സപ്പോർട്ടിങ്, അവിടെ മറ്റ് ഓപ്ഷൻസുകൾ, നമുക്ക് വേണ്ട സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനുള്ളത് എല്ലാം. ഇതുപോലെ തന്നെ നമുക്ക് ഇനി വേറെ കാറുകളുടെ കമ്പനിയാണെന്നുണ്ടെങ്കിൽ www.bmw.com അടിച്ചു നോക്കാം. bmw.com. BMW സൈറ്റ് വന്നു. ഇതൊരു സ്ഥാപനത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സൈറ്റ് ഉള്ളത്. അതേസമയം നമ്മുടെ പല ഫിലിം സ്റ്റാറുകൾക്കും പല രാഷ്ട്രീയ നേതാക്കൾക്കും ഒക്കെ സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉള്ളവരാണ്. പലതും നിങ്ങൾക്ക് അറിയാവുന്നതോ. മേഖലയിലെ ഒരു ജോലി സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഐ.ടിയിൽ സാധാരണഗതിയിൽ നമ്മളുടെ ജോലി സാധ്യത എന്ന് പറയുന്നത് ഐ.ടി മേഖലയിൽ വെബ്സൈറ്റ് ഡിസൈനിങ്ങിനും വെബ്സൈറ്റ് ഡെവലപ്മെന്റിനുമായിട്ടുള്ള ജോലി സാധ്യത എന്ന് പറഞ്ഞാൽ മോർ ദാൻ 70% ആണ് എന്ന് തന്നെ പറയാം നമുക്ക്. എന്നാൽ പഠിച്ചെടുക്കാൻ അത്ര തന്നെ ബുദ്ധിമുട്ടില്ലാത്തതും ഒരു കോഴ്സും കൂടിയാണിത്. ചെറിയൊരു ഡിസൈനിങ് അറിയുമെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു വെബ്സൈറ്റ് ഡിസൈനിങ് പഠിക്കുന്ന സമയത്ത് ചെറിയ ഡൗട്ട്സുകൾ ഉണ്ടാവും എന്നുണ്ടെങ്കിലും തുടർച്ചയായിട്ട് നമ്മൾ ഇതിൽ ഇരിക്കും എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു വെബ്സൈറ്റ് ഡിസൈനർ ആവാം. നല്ലൊരു വെബ്സൈറ്റ് ഡിസൈനർ ആകാം. നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പണം സമ്പാദിക്കാം. സാധാരണയായിട്ട് അത് പ്രായഭേദമന്യേ പഠിച്ചവർക്കും പഠിക്കാത്തവർക്കും യോഗ്യത ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ ചെയ്യാം ഈ ഒരു കോഴ്സ് നമ്മൾ ഏകദേശം നല്ല രീതിയിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ, നല്ല പ്രാക്ടിക്കലായിട്ട് നമ്മൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ ഇതിനെ മേടിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം 25 എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഫസ്റ്റ് 2 വർഷം മുന്നേ, 1.5 വർഷം മുന്നേ വരെ ആയിരുന്നു. ഇപ്പോൾ സ്റ്റാർട്ടിങ് വരുന്നത് തന്നെ 35,000 ഓൺവേർഡ്സ്, 35,000 മുതലേക്കാണ്. നമ്മൾ ഈ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട്, നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് 35,000 രൂപയോളം നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ കോഴ്സ് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുള്ളൂ. 5,000, 6,000, 7,000, 10,000 വരെ പഠിപ്പിക്കുന്ന പല സ്ഥലങ്ങളുണ്ട്. പക്ഷെ അതിലൊന്നും നമ്മൾ ഈ പറയുന്ന എല്ലാ കോഴ്സിന്റെ എല്ലാ കണ്ടന്റുകളും ഉൾപ്പെടില്ല. ജസ്റ്റ് HTML കാര്യങ്ങളും മാത്രമേ അവർ പഠിപ്പിച്ചു തരുന്നുണ്ടാവുള്ളൂ. നമ്മൾ പഠിപ്പിക്കുന്ന കണ്ടന്റുകൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, ഫോട്ടോഷോപ്പ്, നമുക്ക് ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് ഫോട്ടോഷോപ്പ് ഇതിൽ മസ്റ്റാണ്. ഫോട്ടോഷോപ്പ് അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യമാണ് നമുക്കിതിൽ ആദ്യമായിട്ട് പറയാനുള്ളത്. പക്ഷെ ഫോട്ടോഷോപ്പ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ ഫോട്ടോഷോപ്പ് വെബ്സൈറ്റ് ഡിസൈനിങ്ങിന് എന്താണോ ആവശ്യമായിട്ടുള്ളത് ആ ഒരു ക്ലാസ് മാത്രമേ നമ്മൾ ഇതിൽ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഫോട്ടോഷോപ്പ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ വേറെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് HTML എന്ന് പറയുന്നത് നമ്മൾ വെബ്സൈറ്റ് ഡിസൈനിങ് കോഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ്. അതുപോലെ തന്നെ CSS3 എന്ന് പറഞ്ഞ വെർഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. CSS എന്നാണ് ആ ലാംഗ്വേജിന്റെ പേര് വരുന്നത്. അതിന്റെ CSS3 എന്ന് പറയുന്ന വെർഷനാണ് നമ്മൾ
അതും ഒരു ലാംഗ്വേജ് ആണ്. ആ ഒരു ലാംഗ്വേജ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ജാവാസ്ക്രിപ്റ്റ് എങ്ങനെ ആഡ് ചെയ്യാം, ഡൊമൈൻ എവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്കിത് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും, റെസ്പോൺസീവ് ആയിട്ട് നമുക്കിത് എങ്ങനെ ചെയ്യാം. അതായത് മൊബൈലിലും കമ്പ്യൂട്ടറിലും പലതും പല സ്ക്രീനിൻ്റെ വലുപ്പമാണ്. ടാബ്ലറ്റ് ഒരു സ്ക്രീനാണ്, മൊബൈലിൻ്റെ ഒരു സ്ക്രീനാണ്, വലിയ കമ്പ്യൂട്ടറുകൾക്ക് വേറെ തന്നെ, ലാപ്ടോപ്പിൽ വേറെ. പക്ഷെ അതിലൊക്കെ എങ്ങനെ നമുക്ക് റെസ്പോൺസീവ് ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബൂട്ട് സ്ട്രാപ്പ് തുടങ്ങിയവയാണ് നമ്മൾ ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കണ്ടന്റുകൾ എന്ന് പറയുന്നത്. നമുക്കുള്ള ഒരു സംശയം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടും എന്നുള്ളതാണ്. സർട്ടിഫിക്കറ്റ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ എവിടെയെങ്കിലും പോയി പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടുമോ? എന്തെങ്കിലും ഒരു ജോബിന് പോകുമ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റ് വേണ്ടേ? ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യണം എന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു കമ്പനിയിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ സാധാരണഗതിയിൽ സർട്ടിഫിക്കറ്റ് ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഉണ്ടാക്കണം എന്നല്ല നമ്മൾ പറയുന്നത്. നിങ്ങൾ അവിടെ സർട്ടിഫിക്കറ്റ് കൊടുത്താലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് അവരൊരു പീരീഡ് തരും, ഒരു വർക്കും തരും. അതിനകത്ത് നിങ്ങൾ ആ ഒരു സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ അവർ തരുന്ന ആ ഒരു കണ്ടന്റുകൾ മുഴുവനായിട്ടും നിങ്ങൾ അവർക്ക് ചെയ്ത് കാണിച്ചു കൊടുത്തെങ്കിൽ, ആ ഒരു വർക്ക് ചെയ്ത് കാണിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, അവിടെ ജോബ് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് പ്രാക്ടിക്കലായിട്ട് നല്ലവണ്ണം പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ ചെയ്യുള്ളൂ. സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർക്കാണെങ്കിൽ നമ്മുടെ തന്നെ ഒരു കമ്പനിയുണ്ട്, ഗ്ലോബൽ ആർട്സ് എന്ന് പറയുന്ന SSMന്റെ തന്നെ മറ്റൊരു വിഭാഗമുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ഒരു 2 മാസക്കാലം ഞങ്ങൾ നിങ്ങൾക്ക് വർക്ക് തരും. ആ വർക്ക് നിങ്ങൾ ചെയ്ത് അതിൻ്റെ പെർഫെക്ഷനോട് കൂടി നിങ്ങൾ കാണിച്ചു തരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, നിങ്ങൾ ആ 2 മാസം വർക്ക് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. കൂടാതെ ഈ ഒരു കോഴ്സ് നമ്മൾ പഠിപ്പിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക, തിയറിക്ക് അല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. മോർ ദാൻ 80% നമ്മൾ എന്താ ചെയ്യുന്നത്, 80% എന്നല്ല, അതിൽ കൂടുതലും നമ്മൾ എന്താ ചെയ്യുന്നത്, പ്രാക്ടിക്കലാണ്. എങ്ങനെ നമുക്ക് ഇത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാം. അതായത് നിങ്ങൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഈ കോഴ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഡിസൈനിങ് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അതിന് നമുക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റ് എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നുള്ളതാണ്. ഡിസൈൻ ചെയ്ത് പഠിക്കാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ മറ്റേതെങ്കിലും ഒരു പിക്ചർ എടുത്ത്, ഒരു വെബ്സൈറ്റിൻ്റെ പിക്ചർ കിട്ടിയിട്ട് ആ ഒരു ലേഔട്ടിലൂടെ നമ്മൾ ചെയ്ത് നോക്കുന്ന സിസ്റ്റമാണ് നമ്മൾ ഫസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പം നമുക്ക് ചെറിയൊരു ഐഡിയ വരും. ഡിസൈനിങ് ഇല്ലാണ്ട് നമുക്ക് വെബ്സൈറ്റ് ചെയ്യാൻ കഴിയൂല എന്നല്ല പറയുന്നത്, കഴിയും. അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്ത് എക്സ്പീരിയൻസ് ആകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. പിന്നെ നമുക്ക് ഡിസൈനിങ്ങിൻ്റെ ആവശ്യം അത്ര തന്നെ വരില്ല. എങ്കിൽ കൂടെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഡിസൈനിങ് കൂടിയേ തീരും. ഓക്കെ, അതിന് നമ്മൾ ഡിസൈനിങ്ങിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഫോട്ടോഷോപ്പ്. ഇതാണ് ഫോട്ടോഷോപ്പ്. എല്ലാവർക്കും അറിയാവുന്നതാണ് ഫോട്ടോഷോപ്പ് എന്താണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്.